നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 13 വെള്ളിയാഴ്ചയാണ്. ആദ്യം തന്നെ ഇന്നലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഉച്ചയ്ക്ക് കേൾക്കാനിടയായത്. എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം 242 പേരുമായി ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് 32 സെക്കൻഡിനകം വിമാനത്താവളത്തിനടുത്തുള്ള BJ മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. ഏതായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം. വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇന്ന് രാവിലത്തെ ഒരു വാർത്തയുള്ളത്, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, കൂടാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇസ്രായേൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി 2 US ഉദ്യോഗസ്ഥർ NBC ന്യൂസിനോട് പറയുകയുണ്ടായി. ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രാജ്യത്ത് ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ആണ് എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ആക്രമണത്തിൽ US പങ്കില്ല എന്ന് ഇതിനോടകം US പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തെങ്കിലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് കനത്ത ഇടിവിലാണ്. S&P 500 1.5% ഇടിവിലും ഡൗ ജോൺസ് 1.4% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ കനത്ത ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.43% ഇടിവിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.28% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 1% മുകളിൽ, കോസ്പി മാർക്കറ്റ് 1.18% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,757 എന്ന നിലയിൽ 167 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 160 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. ഇപ്പോഴത്തെ ഈ വലിയ ഗ്ലോബൽ ടെൻഷനുകൾക്കിടയിൽ നേട്ടമുണ്ടാക്കുന്നത് ക്രൂഡ് ഓയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ബ്രന്റും WTIയും ഏകദേശം 5 മുതൽ 6% വലിയ നേട്ടത്തിലാണ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് 1% മുകളിൽ നേട്ടത്തിൽ. എന്നാൽ ബിറ്റ്കോയിൻ ഇടിവിലാണ് 2.5% ഇടിവിൽ $103,000 ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 799 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടുതലായിട്ട് പഠിച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനും തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കാം. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ഇന്ത്യയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു. വളരെ നല്ലൊരു ഡാറ്റയാണ് പുറത്തു വന്നത്. CPI പണപ്പെരുപ്പം മെയ് 2025 2.82% കുറഞ്ഞു. 2019 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഭക്ഷ്യ പണപ്പെരുപ്പം ഏപ്രിലിൽ 1.78% ആയിരുന്നത് 0.99% കുറഞ്ഞു. ഇനി 2024 മെയ് മാസത്തിലെ കണക്ക് നോക്കിയാലാണ് കൃത്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്. CPI പണപ്പെരുപ്പം 4.8% അതാണ് ഇപ്പോൾ 2.82% കുറഞ്ഞിരിക്കുന്നത്. ഭക്ഷ്യ പണപ്പെരുപ്പമാണ് വലിയ രീതിയിൽ അന്ന് ഉയർന്നിരുന്നത്. 2024 മെയ് മാസത്തിൽ 8.69% ആയിരുന്നത് ഇപ്പോൾ വെറും 0.99% മാത്രമാണ്. തിരികെ 2025 മെയ് മാസത്തിൽ കോർ പണപ്പെരുപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും പണപ്പെരുപ്പം വീണ്ടും കുറയുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ നല്ല കാര്യം തന്നെയാണ്. വീണ്ടും ഒരു നിരക്ക് കുറയ്ക്കലിലേക്ക് കാര്യങ്ങൾ നീക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. റിപ്പോ നിരക്ക് 50 ബേസിസ് പോയിന്റ്സ് ആണ് കഴിഞ്ഞ ആഴ്ച കുറച്ചത്. ഇതുവരെ ആകെ 100 ബേസിസ് പോയിന്റ്സ് ആണ് RBI കുറച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം NTPC അതിൻ്റെ ബാർ പ്ലാന്റിൽ ഒരു പുതിയ പവർ യൂണിറ്റ്, അതായത് 660 മെഗാവാട്ട് പ്ലാന്റ് വിജയകരമായി ആരംഭിച്ചു. ഇത് അതിൻ്റെ മൊത്തം വൈദ്യുതി ശേഷി 60,926 മെഗാവാട്ടിൽ നിന്നും 82,028 മെഗാവാട്ടായി വർദ്ധിപ്പിക്കുന്നു. അടുത്തത് ജൂബിലന്റ് ഫുഡ്സ് എന്ന കമ്പനിയാണ്. പ്രൊമോട്ടറായ ഭാരതീയ ഫാമിലി അതിൻ്റെ കമ്പനികളിലെ കുറച്ച് ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ജൂബിലന്റ് ഫുഡ്സിലെ 1.32 കോടി ഓഹരികൾ, ജൂബിലന്റ് ഫാർമോവയിലെ 56 ലക്ഷം ഓഹരികൾ, ജൂബിലന്റ് ഇൻഗ്രോവയിലെ 1.2 കോടി ഓഹരികളും വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് HCL ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്കായി വോൾവോ കാർ പങ്കാളിയായി HCL ടെക്നോളജീസിനെ തിരഞ്ഞെടുത്തു. അടുത്തത് ടോറന്റ് പവർ എന്ന കമ്പനിയാണ്. ടോറന്റിന്റെ അനുബന്ധ സ്ഥാപനമായ SCCAയിൽ നിന്ന് 300 മെഗാവാട്ട് കാറ്റാടി വൈദ്യുതി പദ്ധതി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചു. ഈ പദ്ധതിക്ക് ഏകദേശം 2,650 കോടി രൂപ നിക്ഷേപം ആവശ്യമാണ്. 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അടുത്തത് ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഒരു ബ്ലോക്ക് ഡീൽ സംബന്ധിച്ച വാർത്തയാണ്. സിദ്ധാർത്ഥ് കൊമേഴ്ഷ്യൽസ് വഴി റിലയൻസ് ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിന്റ്സിന്റെ 3.5 കോടി ഓഹരികൾ ഒരു ഓഹരിക്ക് 2,201 എന്ന നിരക്കിൽ വിറ്റു. അടുത്തത് SCPC എന്ന കമ്പനിയാണ്.
PM കുസും നിഗമിന് കീഴിൽ SEBCക്ക് 650 കോടി രൂപയുടെ സോളാർ പദ്ധതി ലഭിച്ചു. അടുത്തത് ടാൽബ്രൗസ് ഓട്ടോമേറ്റീവ് എന്ന കമ്പനിയാണ്. ടാൽബ്രൗസിനും അതിൻ്റെ സംയുക്ത സംരംഭങ്ങൾക്കും 580 കോടി രൂപ മൂല്യമുള്ള പുതിയ ഓർഡറുകൾ ലഭിച്ചു. ഇന്ന് നിരവധി സ്റ്റോക്കുകളാണ് F&O സെഗ്മെൻറ്റിൽ ബാനായിരിക്കുന്നത്. ABFRL, BSoft, CDSL, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിൻഡ് കോപ്പർ, IEX, IREDA, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയ കമ്പനികളാണ്. ഇനി ഇത്തരത്തിലുള്ള വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റുകളിൽ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ആർക്കെങ്കിലും കൂടുതലായി ഇൻഡെപ്തിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1 മാസം മാത്രമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. കോഴ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻസിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 3831 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തത്. DIS ആവട്ടെ ഇന്നലെ 9394 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നല്ല സെല്ലിംഗ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,888 253 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോസ് കണ്ടവർക്കറിയാം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പൊതുവെ വീക്കാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നല്ല റിക്കവറിയാണ് കണ്ടത്. ആ ഒരു അപ്സൈഡിലെ സ്ലോപ്പിംഗ് റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പക്ഷേ ഉണ്ടായ ക്യാൻഡിലുകളെല്ലാം റെഡ് ക്യാൻഡിലുകളായിരുന്നു. ബുധനാഴ്ചത്തെ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലായിരുന്നു, ഒരു ഇൻഡിസിഷൻ തന്നെയാണ് അതും സൂചിപ്പിച്ചത്. കൂടാതെ 25,200 മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു വീക്ക്നെസ്സിൻ്റെ സൂചനകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ മാർക്കറ്റ് ഒരു ഇടിവിലേക്ക് പോയി. നിഫ്റ്റി ഇന്നലെ 25,825 എന്ന ലോ ആണ് ടച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ 25,800 മുതൽ 850 വരെയുള്ള സോണും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാണ്. ഇതിന് താഴെയായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബിയറിഷ്നെസ്സിൻ്റെയൊക്കെ സാധ്യതകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും 20 ഡേ EMA ഉള്ളത് 24,600-700 റേഞ്ചിലാണ്. അപ്സൈഡിൽ ഇനി നമ്മൾ ആദ്യം വാച്ച് ചെയ്യേണ്ടത് 25,000 അതിനുശേഷം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 25,200 സോണുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,880 സ്ട്രൈക്കിൽ 351% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 2,685% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,800 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 37% വർധനവ് ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 109% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,900 സ്ട്രൈക്കിൽ 96% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 1,488% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞതാണ്. റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ നമ്മൾ വരച്ചിരുന്ന ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസവും ഫോൾ തന്നെയായിരുന്നു. ഒടുവിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ 55,970 ടച്ച് ചെയ്തതിന് ശേഷമാണ് ഒരു ചെറിയ പുൾ ബാക്ക് ലഭിച്ചത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉമാണ്. മറ്റൊരു കാര്യത്തിലേക്ക്, ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു വാട്സപ്പ് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. കുറേയേറെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ ഇവിടെയും ഷെയർ ചെയ്യാറുണ്ട്. കൂടാതെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.